അപ്പോൾ നമ്മളിതാ ഒരു 6:25 വന്ന് പറത്താനുള്ള പ്രാവട്ടം. ഇപ്പോൾ ഈ മേലിട്ടത് നമ്മളെ പറത്തുന്ന രീതി ശ്രദ്ധിക്കുക. നമ്മളിതിൻ്റെ മേലെ ഈ ഷെഡിൻ്റെ മേലെ ഇട്ട് വെച്ചു. നമ്മളെ വായക്കൂടിൻ്റെ മുകളിൽ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പ്രാവ് ഷീറ്റിൻ്റെ മേലൊക്കെ അടിച്ച് പറന്നിട്ടോ. ഇനി നമ്മൾ അവിടെ നിന്നാണ് എടുത്ത് ആട്ടുന്നത് കേട്ടോ. കാരണം ഇത് 4ാമത്തെ പറവയാണ് ഇന്ന് കൊടുക്കുന്ന പ്രാവിന്. പ്രാവ് ഇന്നലെ ഒരു 1.5 മണിക്കൂറോടും പറന്നിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വെച്ചാൽ പ്രാവിൻ്റെ ഇറക്കത്തിന് പ്രശ്നങ്ങൾ വരില്ല കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്യുക, ഒരു വടി എടുത്തിട്ട് അതിനെ നാട്ടി കൊടുക്കട്ടെ. അപ്പോൾ അതോടെ ഞാനിവിടെ നല്ല ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവ് 2 പ്രാവ് പറന്നു. മൂന്നാമത്തെ പ്രാവും പറന്നു കേട്ടോ. എന്നിട്ട് പ്രാവുകൾ പറക്കണേ കാണിച്ചു തരാം. ഓക്കെ, 2 ഏതെങ്കിലും സെറ്റ് പിടിച്ച് പറന്നു ഈ കേട്ടോ. ഏറ്റവും കൂടി ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പ്രാവ് ഫസ്റ്റ് പറന്നുകൊണ്ടാട്ടോ സെറ്റ് പിടിക്കാത്ത, അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് പറക്കുന്ന പ്രാവുകളാണ് കേട്ടോ. പോരല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം. എത്ര ഹൈറ്റിൽ പോകും നോക്കാം. ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല, കുറച്ച് നേരം ഒന്ന് എടുത്തിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അതാട്ടെ ഏകദേശം നമ്മളൊരു 3/4 പ്രാവിൽ പ്രാവ് പറക്കലെടുത്ത് കേട്ടോ. ഈ ഒരു ഹൈറ്റിൽ കൂടുതൽ വലിയ ഹൈറ്റിൽ കയറില്ല കേട്ടോ. ഈ ഒരു ഹൈറ്റിലുള്ള പ്രാവുകളാണ് പറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചാലേ. അപ്പോൾ അതാ കറക്റ്റ് സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട് കേട്ടോ. 3 ലൈനേജിലെ പ്രാവുകളാണ്. പക്ഷേ പ്രാവ് പറവയിലൊക്കെ ഒരേപോലെ ഉണ്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഒരു ജീന് വരുമ്പം ഏകദേശം ഒരു ലൈനേജിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പറവ കിട്ടുന്നത്. അപ്പോൾ നമ്മളിതാ കുറച്ച് അത്യാവശ്യമായിട്ടില്ലാട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. നമ്മളെന്താ ചെറിയൊരു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.